ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമ്മുടെ കയ്യിൽ നിന്ന് വർക്കിന് വന്നിട്ടുള്ള 2010 മോഡൽ പാഷൻ പ്ലസ് അലോയ്. നമുക്ക് ഈ വണ്ടി റീടെസ്റ്റ് ചെയ്യാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിന് എന്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൂടെ കാണിച്ചു തരുന്നത്. നമുക്ക് ആദ്യം തന്നെ വരുന്ന സമയത്ത് നമുക്ക് നമ്പർ പ്ലേറ്റ്സ് രണ്ടെണ്ണം നമ്മൾ IND ടൈപ്പിലേക്ക് ചേഞ്ച് ആക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ടൈൽ നമ്പർ ലെൻസ് ഫേഡാണ്. അപ്പോൾ ഇത് നമ്മൾ റീപ്ലേസ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ പുറകിലുള്ള ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോഡി പാനൽസൊക്കെ നമുക്ക് ഈ സ്റ്റോക്ക് കണ്ടീഷനിൽ വന്ന ബോഡി പാനൽസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് നല്ല ക്വാളിറ്റിയും ഡാമേജൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിന് നമ്മൾ റീപെയിൻറ്റ് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ നമുക്ക് സീറ്റിൻ്റെ ഈ ഒരു കവറ് നമുക്കൊന്ന് അടിച്ചെടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് 4 നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലെ ഡൂമൊക്കെ ഓൾറെഡി ഇത് നല്ല ഡൂമൻ ആയതുകൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എന്നുവെച്ചാൽ അത് കസ്റ്റമർ എന്തോ വീണ് വിട്ട് പൊട്ടിയിട്ട് പുതിയതിട്ടതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും പുതിയതാണ്, ഫേഡൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ആ ടയർ ഒന്ന് റീപ്ലേസ് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറിലൊട്ടും തന്നെ ത്രെഡില്ല. നമുക്ക് 70% എങ്കിലും ടയർ വേണമെന്നാണ് നമുക്ക് ഫിറ്റ്നസ് കാണിക്കാൻ നേരത്ത് റീടെസ്റ്റിന് കാണിക്കാൻ നേരത്ത് നമുക്ക് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു 70% ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് റീപ്ലേസ് ചെയ്യണം. പിന്നെ നമുക്ക് ഈ ബ്രേക്കിൻ്റെയും ക്ലച്ചിൻ്റെയും ഈ ലിവേഴ്സ് രണ്ടും നമ്മൾ റീപ്ലേസ് ചെയ്യും. എന്താ വെച്ചാൽ നമ്മൾ പിന്നെ ലിവേഴ്സൊന്നും നമ്മൾ അധികം തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കല് റീപ്ലേസ് ചെയ്യലാണ്. അതെന്താണ് അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ വണ്ടി ഇതൊക്കെ നമുക്ക് ഒരുപാട് കാലം പഴക്കമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ലിവേഴ്സൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ലിവറിൻ്റെ ഈ ഒരു എൻഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മളിവിടെ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ നേരത്ത് ഇവിടെ ഇത്രയും ഒരു ഫ്രീ പ്ലേ വരുന്നുണ്ട്. നമുക്ക് ആ ഫ്രീ പ്ലേ കഴിഞ്ഞിട്ട് ബാക്കി അതിനുള്ളിലേക്ക് എൻഗേജിങ് ആവുള്ളൂ. അതുപോലെ തന്നെ സെയിം ക്ലച്ച് സൈഡിലേക്ക് വരുമ്പോഴും നമുക്കിത് സെയിം ഇഷ്യൂ തന്നെയാണ്. കാരണം ഇത് ബ്രേക്കിനെക്കാളും കുറച്ചും കൂടി തേമാനം കൂടുതൽ ക്ലച്ച് സൈഡിലേക്കാണ്. ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊന്ന് കാണാവുന്നതാണ്. നമ്മളിത് ഷെയ്ക്ക് ചെയ്യാൻ നേരത്ത് കണ്ടോ, ഇത്രയും പ്ലേ നമുക്ക് എന്താവുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ബാക്കി എൻഗേജിങ് മാത്രമേ നമുക്ക് ക്ലച്ചിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലിവേഴ്സൊക്കെ നമ്മൾ മാക്സിമം റീപ്ലേസ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നൊരു 2 മിറേഴ്സ് നമ്മൾ ചേഞ്ച് ആക്കിയെടുക്കും. പിന്നെ നമുക്ക് സ്പീഡോമീറ്ററിൻ്റെ ഈ അപ്പറിൻ്റെ ഈ ഒരു കേസ് മാറ്റും. പിന്നെ നമുക്കിത് ഓൾറെഡി നമുക്കിതിന് സ്വിച്ച് ലെഫ്റ്റിലേക്കുള്ള സ്വിച്ച് ഇത് ടൈറ്റാണ്, ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നില്ല ലെഫ്റ്റിലേക്ക്. അപ്പോൾ അത് നമ്മളൊന്ന് ചേഞ്ച് ആക്കി എടുക്കും. പിന്നെ എല്ലാ കേബിൾസും റീപ്ലേസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് ഓൾറെഡി നമുക്കിത് സ്പീഡോമീറ്ററിന് കേബിൾ ഇല്ല, അപ്പോൾ കേബിളും സ്പീഡോമീറ്ററിനും ഡ്രൈവ് ഇതൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ നമുക്കത് എൻജിൻ വേറെ കംപ്ലയിൻസും നോയിസൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. എൻജിനൊക്കെ നമ്മൾ സെമി മാറ്റിൽ പെയിൻറ്റ് ചെയ്തെടുക്കും. പിന്നെ അതുപോലെ തന്നെ ടാങ്ക് ആണെങ്കിലും സ്റ്റിക്കേഴ്സൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്ത് ഇത് സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയുള്ള ആ ബ്ലാക്കും പിന്നെ അതുപോലെ സ്റ്റിക്കർ ചെയ്തിട്ട് നമ്മൾ റെഡ് അടിച്ചെടുക്കുന്നതാണ്. ഇതൊരു ബ്രൈറ്റ് റെഡാണ് നമുക്കിതിൽ വരുന്ന കളറ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പാനൽസ് ഇതൊക്കെ തന്നെ നമ്മൾ റെഡ് അടിച്ചിട്ട് അതിൻ്റെ മേലെ സ്റ്റിക്കർ ഒട്ടിച്ച് ക്ലിയർ കോട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ബാക്കിൽ മഡ് ഗാർഡ് വരുമ്പോൾ ഇത് നമുക്ക് സെമി മാറ്റിൽ തന്നെയാണ് ചെയ്തെടുക്കുക. ഇതൊക്കെ നമ്മളിതിൽ യൂസ് ചെയ്യുന്ന പെയിൻറ്റൊക്കെ PU വരുന്ന പെയിൻറ്റിനാണ് നമ്മളിതിൽ യൂസ് ചെയ്തെടുക്കൽ. അപ്പം നമുക്ക് ഇത് വർക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓരോരോ സ്റ്റെപ്പ് അഴിക്കുന്ന വീഡിയോസും നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതും ഓരോരോ സ്റ്റെപ്പായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ചാനൽ കണ്ട് നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രഷർ. അപ്പോൾ എല്ലാവരും തന്നെ നമ്മളെ വീഡിയോയും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മൾ എടുക്കുന്ന വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാൻ ആരും മടിക്കരുത്. എന്താ വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരും നമുക്ക് ചെയ്യുന്ന കമൻറ്റാണ് നമ്മൾക്ക് അടുത്ത വീഡിയോയിലേക്ക് ഇമ്പ്രൂവ് ചെയ്ത് പോകാൻ പറ്റുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളാരും എല്ലാം തികഞ്ഞവരല്ലല്ലോ, നമുക്കെല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ നമ്മളെ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ്, അപ്പോൾ അതിൻ്റേതായ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഫാൾട്ടുകൾ എന്താണെന്നുള്ളത് പറഞ്ഞിട്ട് ക്ലിയർ ചെയ്ത് തരണം. അപ്പോൾ നമുക്കതിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് കടക്കാം. നമ്മളെ വണ്ടി ഏകദേശം നമ്മൾ പകുതിയൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഇനി വീല് സൈലൻസർ അങ്ങനെല്ലാം കൂടി നമുക്ക് ഊരെടുക്കണം. ഹാൻഡിൽ ഫ്രണ്ടിലെ മഡ് ഗാർഡ് 2 ട്യൂബ് ഇത് ഊരിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. ഏകദേശം പകുതിയൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയെല്ലാം അയച്ചു തീർത്ത് വാഷ് ചെയ്ത് പ്രൈമർ അടിച്ചിട്ട് വേണം ചെയ്യണമെങ്കിൽ.